ഹലോ, നമ്മുടെ ഫോൺ 1ഉം ഫോൺ 2 ഇറക്കിയ നത്തിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ സ്ക്രൂ ഡ്രൈവർ ഈ ജൂലൈ 8 വരുന്നുണ്ട്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ കാരണമല്ല, CMF ബൈ നത്തിങ്. CMF എന്ന് പറഞ്ഞാൽ നത്തിങ്ങിൻ്റെ ബ്രാൻഡ് ആണല്ലോ, സബ് ബ്രാൻഡ്. അപ്പോൾ അവരുടെ പുതിയൊരു ഫോൺ ഇറക്കുന്നുണ്ട്, CMF ഫോൺ 1. അപ്പോൾ അവരുടെ ഒരു കിഡ്ലൻ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള, അതായത് ടോപ്പ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെ ഫോൺ റീഅസംബിൾ ചെയ്തിട്ട് എല്ലാ പാർട്സും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരത് വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുക. OnePlusൻ്റെ പഴയ CEO ആണ്, അപ്പം അതുകൊണ്ട് തന്നെ അറിയാം ആളുടെ ഒരു സ്ട്രാറ്റജിയും പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഫോൺ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ ഫോണുകളില്ല എന്ന് പറയുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ തലക്കെട്ട് അടിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് CMFും പിന്നെ ബാക്കി 2 കമ്പനീസ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ ഇറക്കുക എന്നതാണ് ഇപ്പം മിക്ക ബ്രാൻഡുകളും ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് IQ, OnePlus, ഇപ്പം നത്തിങ്ങിൻ്റെ ഈ ഒരു CMF ഫോൺ 1. അപ്പോൾ CMF ഫോൺ 1ൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 17K to 19K ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കാനായിരിക്കും എന്തായാലും. പിന്നെ ഈ ഒരു ജൂലൈ 8 നടക്കുന്ന ആ ഒരു ലോഞ്ചിൽ CMFിൻ്റെ ബാക്കി കുറച്ച് പ്രോഡക്ട്സും കൂടി ലോഞ്ച് ആവുന്നുണ്ട്. CMFിൻ്റെ ബഡ്സ് പ്രോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വേർഷൻ 2, ബഡ്സ് പ്രോ 2. അതുപോലെ തന്നെ വാച്ച് പ്രോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വാച്ച് പ്രോവിൻ്റെ 2ഉം നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് സംഭവം എന്തൊക്കെ വരണമെന്ന്. ഓക്കെ, പിന്നെ അതിൻ്റെ ടീസറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിഷയം പിടിച്ച ടീസറാണ് അത്. ആദ്യം കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാനായിട്ട്, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആദ്യം കാണിക്കുന്നത് CMF ഫോൺ 1 ആണ്. അതിനകത്ത് ഒരു കറങ്ങുന്ന നോബുണ്ട്, അതിൻ്റെ കാര്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ ഒരു ബഡ്സ് പ്രോ 2 ആണ്. അതിൻ്റെ ആ ഒരു കൺട്രോളറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സംഭവം. പിന്നെ വരുന്നത് അവരുടെ വാച്ചാണ്, വാച്ച് പ്രോ 2. അപ്പോൾ പൊങ്ങൊന്നും നോക്കിയിരിക്കേണ്ട, അത് പൊങ്ങൊന്നുമില്ല. അപ്പോൾ നത്തിങ്ങിൻ്റെ ഈ ഒരു CMF ഫോൺ 1 എന്താണ് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, ഈ ഒരു ഫോൺ ഒരു കസ്റ്റമൈസേഷനും എനേബിൾ ചെയ്യുന്നൊരു ഫോണാണ്. ഓക്കെ, കസ്റ്റമൈസ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിപ്പയറബിലിറ്റി, നമുക്ക് ബാറ്ററി മാറിയിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബാക്ക് കവർ അഴിച്ച് പണിയാൻ പറ്റും. ഹീറ്റ് ഗണ്ണൊന്നും വേണ്ട, ഗ്ലൂ ഒന്നും അഴിക്കാതെ, സ്ക്രീൻ ഒന്നും പൊട്ടിക്കാതെ തന്നെ നമുക്ക് സംഭവം വെടുപ്പായിട്ട് റിപ്പയർ ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ഉദ്ദേശമെങ്കിൽ അവരുടെ ആ ഒരു ബോക്സിൽ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു ലിമിറ്റഡ് എഡിഷനോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പ്രോഡക്റ്റായിട്ട് അവർ കൊടുക്കാനും ചാൻസ് ഉണ്ട്. ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പെർഫോമൻസ് ഫോൺ തന്നെയായിരിക്കും. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ച് 17,000 മുതൽ 19,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് വലിയ ഫോൺസ് ഒന്നും ഇല്ല ഇപ്പോൾ. പക്ഷേ 2 ബ്രാൻഡ്സ്, IQയുടെ ഭാഗത്തുനിന്ന് OnePlusൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇടയ്ക്ക് ഈ അടുത്ത 2 ഫോൺ ഇറക്കിയിട്ടുണ്ട്. അതും ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പം IQയുടെ ഭാഗത്തുനിന്ന് IQ Z9X എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും OnePlusൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് നോഡ് C ലൈറ്റ് 5G ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നല്ലൊരു പരിപാടിയായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യും. ഇപ്പോൾ CMF ഫോണിലേക്ക് വരുന്നത് MediaTekൻ്റെ പുതിയൊരു പ്രോസസ്സറായിരിക്കും, 7300. ഈ നത്തിങ് ഫോൺ 2 നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ 7200 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു കസ്റ്റം ചിപ്പാണ് MediaTekൻ്റെ കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. ഡേ ടു ഡേ ടാസ്കിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അതിനേക്കാളും അടിപൊളിയാകും ഈ ഒരു CMF ഫോൺ 1ൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം ഇതെന്തായാലും അത്ര പെർഫോമൻസ് തരാൻ ചാൻസ് ഇല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ 2 എടുത്തവർക്ക് മണ്ടന്മാരും ഉറപ്പായിട്ട്. അപ്പോൾ എന്തായാലും അത്രയും പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ പെർഫോമൻസ് എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഡിവൈസസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 2 ഡിവൈസസ് അതിനൊക്കെ ഏകദേശം ഒപ്പം വരുന്നൊരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് കിട്ടുക. ഇനിയിപ്പോൾ ആ ഒരു IQ Z9X വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 എന്ന് പറഞ്ഞിട്ടൊരു ചിപ്പാണ്. സ്നാപ്ഡ്രാഗൺ അങ്ങനെ എല്ലാ സീരീസും അതായത് Gen 1, Gen 2 എന്ന് പറഞ്ഞ സെറ്റപ്പിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 സീരീസ് ആക്കി, 6 സീരീസ് ആക്കി, 7 സീരീസ് ആക്കി, 8 സീരീസ് ഓൾറെഡി ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ് ഈ ഒരു Z9Xൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ OnePlusൽ അവർ കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ ചിപ്പാണ്. ഓക്കെ, പ്രശ്നം ആ ഒരു IQ Z96 പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മെയിനാണ്. അതുകൊണ്ട് തന്നെ OnePlusൻ്റെ ആ ഒരു ഡിവൈസിനെ അടിച്ചിടും. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷനാണ് ഇപ്പം ഈ ഒരു CMF ഫോൺ 1 ഇറങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോൾ നത്തിങ്ങിൻ്റെ ഫോൺ 2 എടുക്കണോ അതോ ഈ ഒരു CMF ഫോൺ 1 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞാൽ നത്തിങ്ങിൻ്റെ ആ ഒരു സീരീസിലെ ഒരു ബഡ്ജറ്റ് ഫോണാണ് ആ ഒരു ഫോൺ 2. അത് ഇത്തിരി കൂടി സ്റ്റാൻഡേർഡുള്ള ഫോണെന്ന് പറയാം. അതായത് ഒരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ പെർഫോമൻസും സോഫ്റ്റ്വെയർ സെറ്റിങ്സ് ഒക്കെ അതിനകത്ത് കിട്ടും. അതുപോലെ ഈ ഒരു CMF ഫോൺ 1 കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും അത് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തെങ്കിലും ഒരു കോസ്റ്റ് കട്ടിങ് മിക്കവാറും ഈ ഒരു CMF ഫോണിൽ ചെയ്യും. ഈ റൂമേഴ്സൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്, അതായത് ക്യാമറയുടെ ആ ഒരു സെൻസേഴ്സ് ഒക്കെ ക്വാളിറ്റി കുറവായിരിക്കും. പിന്നെ ബാറ്ററി സെറ്റപ്പിന് വരുമ്പോഴാണെങ്കിൽ 5000 mAh ബാറ്ററി ആയിരിക്കും അതിനകത്ത് വരുന്നതെന്നാണ് റൂമേഴ്സ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു CMF ഫോൺ 1 ഒന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കാരണം കുറേയധികം പ്രൊമോഷൻ കണ്ട് അതായത് ഓരോ ദിവസവും കൂടുമ്പോഴും ഓരോ ആൾക്കാരുടെ പ്രൊമോഷൻസ് വീഡിയോസാണ് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ആ ഒരു CMF.tech എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവരിടുന്നത്.
അപ്പം ഇനി എന്തോരം കൊളാബറേഷൻസ് വരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ അവർ എന്താ പറയുക ഡിസംബിൾ ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളാണ് അതിനകത്ത് മെയിനായിട്ടും പുഷ് ചെയ്യുന്നത്. ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു അവർക്ക്. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.